നമസ്കാരം. ഇൻഫോ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രേഷ്മ മനോജ്. നമ്മുടെ രാജ്യം ഉൾപ്പെടെ ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിയാൽ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ PSC പോലുള്ള മത്സര പരീക്ഷകളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസുള്ള ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇന്നിവിടെ പരിചയപ്പെടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, COVID-19 രോഗം പരത്തുന്ന വൈറസിൻ്റെ പേര്? SARS-CoV-2. COVID-19 രോഗം പരത്തുന്ന വൈറസിൻ്റെ പേരാണ് SARS-CoV-2. അടുത്ത ക്വസ്റ്റ്യൻ, SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? RNA വൈറസ്. SARS-CoV-2 ജനിതകപരമായി RNA വൈറസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാഷ്ട്രം? ചൈന. COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാഷ്ട്രം ചൈന. കൊറോണ വൈറസ് ബാധ ലോകത്ത് ആദ്യം കണ്ടെത്തിയ സ്ഥലം? വുഹാൻ. കൊറോണ വൈറസ് ബാധ ലോകത്ത് ആദ്യം കണ്ടെത്തിയ സ്ഥലം? വുഹാൻ, ഹ്യൂബ പ്രവിശ്യ. കോവിഡ് വൈറസ് പ്രധാനമായും ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. കോവിഡ് വൈറസ് പ്രധാനമായും ബാധിക്കുന്ന അവയവം ശ്വാസകോശം. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് എത്ര സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിഷ്കർഷിക്കുന്നത്? 20 സെക്കൻഡ്. കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് എത്ര സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിഷ്കർഷിക്കുന്നത്? 20 സെക്കൻഡ്. ശരീരത്തിന് പുറത്ത് കൊറോണ വൈറസ് എത്ര കാലം ജീവിക്കും? 3 ദിവസം വരെ. 3 ദിവസം വരെ ശരീരത്തിന് പുറത്ത് കൊറോണ വൈറസ് ജീവിക്കും. കോവിഡ് കാലത്ത് പരസ്പരം ചുരുങ്ങിയത് എത്ര അകലത്തിൽ നിൽക്കുന്നതാണ് സുരക്ഷിതം? 1 മീറ്റർ അകലെ. കോവിഡ് കാലത്ത് പരസ്പരം ചുരുങ്ങിയത് എത്ര അകലത്തിൽ നിൽക്കുന്നതാണ് സുരക്ഷിതം? 1 മീറ്റർ. COVID-19 ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച സംഘടന? ലോകാരോഗ്യ സംഘടന. COVID-19 ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച സംഘടന? ലോകാരോഗ്യ സംഘടന. PCR ടെസ്റ്റിൻ്റെ പൂർണ്ണരൂപം? PCR ടെസ്റ്റിൻ്റെ പൂർണ്ണരൂപം പോളിമെറസ് ചെയിൻ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൊറോണ വൈറസ് മനുഷ്യനെ ബാധിക്കുന്നതായി ഔദ്യോഗികമായി കണ്ടെത്തിയ ദിവസം ഏത്? 2019 ഡിസംബർ 31. കൊറോണ വൈറസ് മനുഷ്യരെ ബാധിക്കുന്നതായി ഔദ്യോഗികമായി കണ്ടെത്തിയ ദിവസം 2019 ഡിസംബർ 31. ചൈനയിൽ ആദ്യത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം? 2020 ജനുവരി 11. ചൈനയിൽ ആദ്യത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം? 2020 ജനുവരി 11. കോവിഡിനെ തുടർന്ന് അതിൻ്റെ പ്രഭവ കേന്ദ്രമായ വുഹാൻ ചൈന അടച്ചിട്ടത് എന്നാണ്? 2020 ജനുവരി 23. കോവിഡിനെ തുടർന്ന് അതിൻ്റെ പ്രഭവ കേന്ദ്രമായ വുഹാൻ ചൈന അടച്ചിട്ടത് 2020 ജനുവരി 23. കോവിഡിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം? 2020 ജനുവരി 30. കോവിഡിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം? 2020 ജനുവരി 30. ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം? 2020 ജനുവരി 30. ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം? 2020 ജനുവരി 30.
കോവിഡ് ആഗോള മഹാമാരിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ദിനം 2020 മാർച്ച് 11. കോവിഡ് ആഗോള മഹാമാരിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ദിനം 2020 മാർച്ച് 11. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ച ദിനം 2020 മാർച്ച് 22. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ച ദിനം 2020 മാർച്ച് 22. കോവിഡ് പ്രതിരോധത്തിലേർപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ ഇന്ത്യൻ പൗരന്മാർ വീടുകളിൽ കൈയടിച്ചും മറ്റും ആദരിച്ച ദിവസമേത്? 2020 മാർച്ച് 22. കോവിഡ് പ്രതിരോധത്തിലേർപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ ഇന്ത്യൻ പൗരന്മാർ വീടുകളിൽ കൈയടിച്ചും മറ്റും ആദരിച്ച ദിവസം 2020 മാർച്ച് 22. കോവിഡ് പ്രതിരോധത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ 21 ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 24. കോവിഡ് പ്രതിരോധത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ 21 ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 24. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പകരാൻ ദേശവ്യാപകമായി വീടുകളിൽ രാത്രി 9-ന് 9 മിനിറ്റ് ഐക്യദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട ദിവസം 2020 ഏപ്രിൽ 5. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പകരാൻ ദേശവ്യാപകമായി വീടുകളിൽ രാത്രി 9-ന് 9 മിനിറ്റ് ഐക്യദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട ദിവസം 2020 ഏപ്രിൽ 5. ലോകാരോഗ്യ സംഘടന ആദ്യമായി ആഗോള ഷാഗസ് ഡിസീസസ് ദിനം ആചരിച്ച ദിവസം 2020 ഏപ്രിൽ 14. ലോകാരോഗ്യ സംഘടന ആദ്യമായി ആഗോള ഷാഗസ് ഡിസീസസ് ദിനം ആചരിച്ച ദിവസം 2020 ഏപ്രിൽ 14. 50-ലേറെ കോവിഡ് ബാധിത രാജ്യങ്ങളിലേക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉൾപ്പെടെയുള്ള ഔഷധം എത്തിച്ച രാജ്യം ഇന്ത്യ. 50-ലേറെ കോവിഡ് ബാധിത രാജ്യങ്ങളിലേക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉൾപ്പെടെയുള്ള ഔഷധം എത്തിച്ച രാജ്യം ഇന്ത്യ. ലോകവ്യാപകമായി കാണപ്പെടുന്ന പകർച്ചവ്യാധിയെ വിശേഷിപ്പിക്കുന്ന വാക്ക്. ലോകവ്യാപകമായി കാണപ്പെടുന്ന പകർച്ചവ്യാധിയെ വിശേഷിപ്പിക്കുന്ന വാക്ക് പാൻഡമിക്. ലോകവ്യാപകമായി കാണപ്പെടുന്ന പകർച്ചവ്യാധിയെ വിശേഷിപ്പിക്കുന്ന വാക്ക് പാൻഡമിക്. ഒരു പ്രദേശത്തോ ഒരു രാജ്യത്തോ മാത്രം കാണുന്ന പകർച്ചവ്യാധിക്ക് പറയുന്ന വാക്ക് എപ്പിഡമിക്. ഒരു പ്രദേശത്തോ ഒരു രാജ്യത്തോ മാത്രം കാണുന്ന പകർച്ചവ്യാധിക്ക് പറയുന്ന വാക്ക് എപ്പിഡമിക്. മനുഷ്യരിൽ നിന്നു കോവിഡ്-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ. മനുഷ്യരിൽ നിന്നു കോവിഡ്-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ. കോവിഡ്-19 വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിക്കുന്ന രാജ്യം US. കോവിഡ്-19 വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിക്കുന്ന രാജ്യം US. കോവിഡ് പ്രതിരോധത്തിനായി തങ്ങളുടെ പ്രധാനമന്ത്രിക്ക് അനിയന്ത്രിത അധികാരങ്ങൾ നൽകിയ രാജ്യം ഹംഗറി. കോവിഡ് പ്രതിരോധത്തിനായി തങ്ങളുടെ പ്രധാനമന്ത്രിക്ക് അനിയന്ത്രിത അധികാരങ്ങൾ നൽകിയ രാജ്യം ഹംഗറി. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ഏറ്റവും കുറഞ്ഞ രാജ്യം ഭൂട്ടാൻ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ഏറ്റവും കുറഞ്ഞ രാജ്യം ഭൂട്ടാൻ. ലോകം ലോക്ക്ഡൗണിലായ ഏപ്രിൽ 15-നു കോവിഡ് ഭീഷണി അതിജീവിച്ച് ദേശീയ തെരഞ്ഞെടുപ്പ് നടത്തിയ രാജ്യം ദക്ഷിണ കൊറിയ. ലോകം ലോക്ക്ഡൗണിലായ ഏപ്രിൽ 15-നു കോവിഡ് ഭീഷണി അതിജീവിച്ച് ദേശീയ തെരഞ്ഞെടുപ്പ് നടത്തിയ രാജ്യം ദക്ഷിണ കൊറിയ.
കൊറോണ പ്രതിരോധത്തിലെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്കു ബാൽക്കണികളിൽ നിന്നും കൈയടിച്ച് ആദ്യമായി ആദരം രേഖപ്പെടുത്തിയ രാജ്യം ഇറ്റലി. കൊറോണ പ്രതിരോധത്തിലെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്കു ബാൽക്കണികളിൽ നിന്നും കൈയടിച്ച് ആദ്യമായി ആദരം രേഖപ്പെടുത്തിയ രാജ്യം ഇറ്റലി. മാലിദ്വീപിൽ കോവിഡ് വ്യാപനം തടയാൻ ആവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സഞ്ജീവനി. മാലിദ്വീപിൽ കോവിഡ് വ്യാപനം തടയാൻ അവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സഞ്ജീവനി. കോവിഡിനെതിരെ പോരാടുന്നതിനായി നാഷണൽ കേഡറ്റ് കോർപ്സ് തുടങ്ങിയ ദൗത്യം എക്സൈസ് NCC യോദ്ധൻ. കോവിഡിനെതിരെ പോരാടുന്നതിനായി നാഷണൽ കേഡറ്റ് കോർപ്സ് തുടങ്ങിയ ദൗത്യം എക്സൈസ് NCC യോദ്ധൻ. കോവിഡ്-19 ബാധിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. കോവിഡ്-19 ബാധിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭം ലൈഫ് ലൈൻ ഉഡാൻ. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭം ലൈഫ് ലൈൻ ഉഡാൻ. നാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. നാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം സിംഗപ്പൂർ. കോവിഡ്-19 പോസിറ്റീവ് കേസുകൾ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചറിയാവുന്ന സംവിധാനം വികസിപ്പിച്ച US മെഡിക്കൽ സ്ഥാപനം അബട്ട് ലാബ്. കോവിഡ്-19 പോസിറ്റീവ് കേസുകൾ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചറിയുന്ന സംവിധാനം വികസിപ്പിച്ച US മെഡിക്കൽ സ്ഥാപനം അബട്ട് ലാബ്. കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മലേറിയ മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മലേറിയ മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ.